ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, കണ്ണേർ എന്നുള്ള വിഷയത്തിൽ ഒരു ജിന്ന് വിഭാഗം, വിസ്ഡം വിഭാഗമാണെന്ന് തോന്നുന്നു, ഒരു മൗലവി അദ്ദേഹം വോയിസ് ഇറക്കിയിരുന്നു. അപ്പോൾ നമ്മൾ മറുപടി കൊടുത്തിരുന്നു. വീണ്ടും അദ്ദേഹം മറുപടി തന്നു, അതിന് മറുപടി കൊടുത്തിരുന്നു. ഇപ്പോൾ മൂന്നാമതും അദ്ദേഹം മറുപടി തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 11 മിനിറ്റും 8 സെക്കൻഡാണ് കൊടുത്തിരുന്നത്. അതിനിങ്ങോട്ട് മറുപടി 4 വോയിസുകളാണ്. 4 വോയിസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വളരെ നീട്ടി വലിച്ചൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. ഈ കണ്ണേറാണ് ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ വിഷയം. സുബ്ഹാനല്ലാഹ്. ഒരു വോയിസ് 12:25, മറ്റൊന്ന് 8:19, മറ്റൊന്ന് 1:40, വേറൊന്ന് 1:43. ഒരുപാട് സംസാരിച്ചിരിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഇവരോട് പറയാനുള്ളത്, ഇങ്ങനെ നീട്ടി വലിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ സംസാരത്തിൽ വൈരുദ്ധ്യമുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ആദ്യം പറഞ്ഞു, കഴിഞ്ഞ രണ്ടാമത്തെ വോയിസിൽ അദ്ദേഹം പറഞ്ഞെന്താ, ഖദർ കൊണ്ട് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് പറയണ്ടായി. അദ്ദേഹം എന്നാൽ ഇപ്പോൾ ലാസ്റ്റ് തന്നിട്ടുള്ള വോയിസ്, 4 വോയിസുകളിൽ 8 മിനിറ്റും 19 സെക്കൻഡുമുള്ള ആ വോയിസിൽ 3:50 മുതൽ 4:10 വരെയുള്ള സമയത്തിനിടക്ക് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് അത് കണ്ണേറ് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ വോയിസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കേൾക്കുക. അദ്ദേഹം ഈ ഇപ്പോൾ ലാസ്റ്റ് അയച്ചിട്ടുള്ള വോയിസുകളിൽ ഒരു വോയിസ് ഉണ്ട്, അതിൽ 8:19 ആയിട്ടുള്ള വോയിസ് ഉണ്ട്. അതിൽ 3:50 മുതൽ 4:10 വരെ നിങ്ങൾ കേട്ടു നോക്കൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ളൊരു നിലപാട് പേർക്കില്ല. ഖദർ കൊണ്ട് നമ്മുടെ വിശ്വാസം എന്താ? ഈ ലോകത്ത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നത്, ഒരു വലിയ വടോ വൃക്ഷത്തിൻ്റെ ഒരു ഇല, എത്രയോ ഉയരത്തിലുള്ള ഒരു ഇല, അത് പഴുത്ത് ഉണങ്ങി അവിടെ നിന്ന് വീഴുന്നത് അള്ളാഹു തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അറിവുണ്ട്. ഒരു കറുത്ത ഉറുമ്പ് വളരെ നിഗൂഢമായി അരിച്ചു പോകുന്നത് അള്ളാഹുവിൻ്റെ അറിവുണ്ട്. ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ മരണം, ജനനം, ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇവർ പറയുന്നത് എന്താ? ഇപ്പോൾ അദ്ദേഹം ലാസ്റ്റ് എന്ന വോയിസിൽ പറയുന്നത് കണ്ണേറ് കൊണ്ടാണ് അധിക മരണവും സംഭവിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അദ്ദേഹം പറയേണ്ടതായത്? അവരുടെ ഈ വിഷയത്തിലുള്ള വൈരുദ്ധ്യം കൊണ്ടാണ്. നമ്മൾ ഇവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് കഴിഞ്ഞ സംസാരത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു ഹദീസുണ്ട്, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് അള്ളാന്റെ ഖദറിന് ശേഷം കണ്ണേറ് കൊണ്ടാണ് എന്നുള്ളൊരു വചനമുണ്ട് എന്ന് പറഞ്ഞ ആ വചനം ഞാൻ ഉദ്ധരിച്ചിരുന്നു. അതെന്തിനാ ഉദ്ധരിച്ചത്? അദ്ദേഹം കളവ പറഞ്ഞപ്പോൾ എൻ്റെ മേൽ ഞാൻ വ്യാജം പറഞ്ഞു എന്ന് ആരോപിച്ചപ്പോഴാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ജാള്യതയിൽ നിന്ന് ഇപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ വൈരുദ്ധ്യമായി. ആദ്യം ഒന്ന് പറയുക, പിന്നെ വേറെ നേരെ തിരിച്ചൊന്ന് പറയുക. ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പറയൂ. ഒന്നുകിൽ എന്താണ്, ഖദർ കൊണ്ട് മാത്രമേ സംഭവിക്കൂ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അധിക മരണവും കണ്ണേറ് കൊണ്ടാണ് ഖദറിന് ശേഷം എന്ന് പറയാം. അപ്പോൾ 2-1 ഉറച്ചു നിൽക്കുക. നിങ്ങൾ ആരോട് അർത്ഥം വെപ്പിച്ചോളൂ, വിശദീകരണം നിങ്ങട്ട് വേണ്ട, അർത്ഥം വെപ്പിക്കും. എന്താ അർത്ഥം വെക്കേണ്ടത്? ഈ ഹദീസ് ഉണ്ടല്ലോ, അതായത് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല സ്വഹീഹുൽ ജാമിഉ സഗീർ വസിയാദ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലും സിൽസിലയിലും കൊടുത്തിട്ടുള്ള വചനം, അക്സറു മൻ യമൂതു മിൻ ഉമ്മത്തി ബഅദ കിതാബില്ലാഹി വഖലാഇഹി വഖദ്രിഹി ബിൽ അൻഫുസി യഅനി ബിൽ ഐൻ. അതായത് അള്ളാഹുവിൻ്റെ ഖദറിന് ശേഷം, ഖദറിന് ശേഷം എന്ന് പറഞ്ഞാൽ ഖദറില്ലാതെ എന്നർത്ഥം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് കണ്ണേറ് കൊണ്ടാണ്. അപ്പോൾ കണ്ണേറ് കൊണ്ട് അത്ര വലിയ അപകടം ഉണ്ടാകും എന്നാണ് അപ്പോൾ അതിൽ പറയുന്നത്. ഏറ്റവും കൂടുതൽ മരണം എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് ഇവരുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്?
ഇവിടെ കണ്ണേറ് കൊണ്ടൊന്നും സംഭവിക്കുകയില്ല. എല്ലാം അള്ളാന്റെ ഖദർ മാത്രമാണ്. അത് കണ്ണേറിന് അംഗീകരിക്കുന്ന ആളുകൾ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ഞാൻ നേരത്തെ പിന്നെ ആദ്യത്തെ സംസാരത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഒന്നുകൂടെ വളരെ പെട്ടെന്ന് പറയാം. അതായത് സഹോദരങ്ങളെ, ലോകത്ത് എന്ത് സംഭവിക്കുകയാകട്ടെ അതൊക്കെ അള്ളാഹുവിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു. അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു എന്ന് ആണ് നമുക്ക് പറയാനുള്ളത്. അതല്ലാതെ ഏതെങ്കിലും ഒരാൾ നോക്കുമ്പോഴേക്ക് ആ നോട്ടം കൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല. ആ ഭാഗത്തെക്കുറിച്ച് ഇയാളൊന്നും പറയുന്നില്ല കേട്ടോ. അതായത് ഫതുഹുൽ ബാരിയിൽ, അതുപോലെ ഇമാം ഷൗക്കാനിയുടെ കിതാബിൽ ഫതുഹുൽ ബാരിയിൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എന്താ, ലാ ബിശൈഇൻ യുഹദിസുഹുൻ നാളിറു ഫിൽ മൻദൂർ. നോക്കുന്ന ആള് നോക്കുമ്പോൾ ആ സംഗതികളിൽ ഒന്നും തന്നെ പുതുതായി സംഭവിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ വായിച്ചിരുന്നു. അതിനെക്കുറിച്ച് കാമ എന്നൊരക്ഷരം മുണ്ടിയിട്ടില്ല. അതിനു മുമ്പ് എന്താ പറയുന്നത്, ഇന്നമാ ഹുവ ബിഖദരില്ലാഹി സാബിഖ്. മുമ്പ് അള്ളാഹു വിധിച്ച വിധി കൊണ്ട് മാത്രമേ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ. ലാ ബിശൈഇൻ യുഹദിസുഹു നാളിറു ഫിൽ മൻദൂർ. നോട്ടക്കാരൻ വല്ലതിലും നോക്കുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, ഇതാണ് ഫതുഹുൽ ബാരിയിൽ മഹാനായിട്ടുള്ള ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മഹാനായിട്ടുള്ള ഇമാം മനാവി അദ്ദേഹത്തിന്റെ അത്തൈസീർ ബിശറഹിൽ ജാമിഉ സഗീർ എന്ന് പറയുന്ന കിതാബിൽ ഐ ബി ഖലാ ഇല്ലാഹി വ ഖദരിഹി ലാ ബി ഫഇലിൻ നാദിരി ബൽ യുഹദിസുല്ലാഹു ഫിൽ മൻദൂർ എന്ന് രേഖപ്പെടുത്തിയതൊക്കെ നമ്മൾ വായിച്ചിരുന്നു. അവ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത്, ഒരാൾ നോക്കുമ്പോഴേക്ക് ഒരു കാറിലോ ഒരു വീട്ടിലോ ഒരു കാർഷിക വിളയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയെ, സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ കണ്ടു. ചെറിയൊരു കുട്ടി, 1 വയസ്സോ 2 വയസ്സുള്ള കുട്ടി, അത് കാണുമ്പോഴേക്ക് പോലും കണ്ണേറ് തട്ടും എന്നാണ് ഇവരുടെയൊക്കെ വിശ്വാസം. അന്ധവിശ്വാസമാണിത്. അപ്പോൾ നമ്മളെന്താ പറയുന്നത്, അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. എന്തെങ്കിലും സംഭവിക്കുന്നുവെങ്കിൽ അത് റബ്ബിൻ്റെ മുൻകൂട്ടിയുള്ള വിധിയാണ്. മുമ്പേ അസാബിക്കുന്ന മുമ്പേയുള്ള വിധിയാണെന്ന് മാത്രമല്ല, അത് മാത്രമാണ് എന്നുള്ളതാണ്. ഇന്നമാ ഹുവ ബിഖദരില്ലാഹി സാബിഖ് എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കണ്ണേറുമായി ബന്ധപ്പെട്ട്, സുബ്ഹാനല്ലാഹ്, കണ്ണേറുമായി ബന്ധപ്പെട്ട് ഇവരുടെ വിശ്വാസമൊക്കെ കേട്ടാലേ പിന്നെ അത്ഭുതപ്പെടും. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഉടനെ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് എന്ന് പറയണമെന്നാ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ മാഷാ അല്ലാഹ് എന്ന് പറയുന്നത് എന്താ തെളിവ്? അങ്ങോട്ട് ഓരോ സംഭവങ്ങൾ എഴുതി, നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഓരോരുത്തർ വീടുണ്ടാക്കുമ്പോൾ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് എന്നൊക്കെ എഴുതി വെക്കണത്. ഇവർ മാഷാ അല്ലാഹ് എന്ന് പറയണമെന്നാ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. എന്താ അതിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ ഇവർ ഉദ്ധരിക്കട്ടെ. അപ്പോൾ ഒരു തെളിവില്ല. ഇതാണ് ഇവരുടെ അവസ്ഥ. നമ്മൾ പറഞ്ഞു, ഇങ്ങനെ കണ്ണ് നോക്കുമ്പോൾ ഒന്നും സംഭവിക്കൂല. പിന്നെ സംഭവിക്കുന്നത് എന്താ, അത് അസൂയയാണ്. അതുകൊണ്ടാണ് ഹദീസിൽ ഐനിൻ ഹാസിദിൻ എന്ന് വന്നിട്ടുള്ളത്. അതൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ആളുകൾക്ക് വ്യക്തമാകാൻ വേണ്ടി ഒന്നുകൂടെ പറയാൻ, സഹീഹ് മുസ്ലിമിൽ 2186 നമ്പർ വചനം. അപ്പോൾ ഇവരുടെ അന്ധവിശ്വാസമാണ് കണ്ണേറ് ഫലിക്കും എന്നുള്ളത്. ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾക്ക് ആ വിശ്വാസമുണ്ട്. അതുപോലെ പിന്നെ ക്രിസ്ത്യാനികൾക്കുണ്ട്, സമസ്തക്കാർക്കുണ്ട്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള അന്ധവിശ്വാസമാണ് ഈ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, കുളിക്കുമ്പോൾ അന്ധവിശ്വാസം, കുളിക്കുമ്പോൾ കണ്ണേറ് തട്ടും എന്നുള്ള അന്ധവിശ്വാസം ഇവർക്കുണ്ട്. നഊദു ബില്ലാഹ്. എന്നിട്ട് നിങ്ങൾ കേൾക്കണോ പ്രിയമുള്ളവരെ, ഒരു മഹാനായിട്ടുള്ള ഒരു സഹാബി വര്യനുണ്ടായിരുന്നു. വകാന റജുലൻ അബിയൽ ഹസനൽ ജിസ്മി വൽ ജിൽദി. അദ്ദേഹം നല്ല വെളുത്ത് നല്ല ശരീര സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കുളിച്ചപ്പോൾ വേറൊരാൾ നോക്കി കണ്ണേറ് തട്ടിയപ്പോൾ അദ്ദേഹം അടിച്ച് വീണു എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, എന്നിട്ട് ഇവരുടെ അവസ്ഥ എന്താ പറയുക, ഈ കണ്ണേറുവാദികളുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഇങ്ങനെ കണ്ണേറ് തട്ടിക്കഴിഞ്ഞാൽ ആരുടെ കണ്ണേറ് മൂലമാണോ ഇത് സംഭവിക്കുന്നത് അയാളോട് കുളിക്കാൻ ആവശ്യപ്പെടുക. അതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്, കുളിക്കാൻ ആവശ്യപ്പെടുന്നത്. അവര് കുളിക്കാൻ ആവശ്യപ്പെട്ടാൽ ആ കുളിക്കണം, കുളിച്ചിട്ട് ആ വെള്ളം കൊണ്ടായിരിക്കണം ഇവർക്ക് കണ്ണേറിനുള്ള ചികിത്സ.
അടിവസ്ത്രം അടക്കം കഴുകണം, എന്നിട്ട് അതുകൊണ്ട് ചികിത്സിക്കണം എന്നാ പറയുന്നത്. നഊദു ബില്ലാ. അതാണ് ഈ കണ്ണ്. ഇതാണല്ലോ ഇവർ ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രബോധനം ചെയ്യുന്നത്. ഇവിടെ സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ കിതാബ്, പരിശുദ്ധ ഇസ്ലാം എത്ര സുന്ദരമായ മതമാണ്. അപ്പോൾ എന്തിനാണ് ഈ അന്ധവിശ്വാസങ്ങളുടെയും തെറ്റായ കാര്യങ്ങളുടെയും പിന്നാലെ പോകുന്നത്? നമുക്ക് ഇത് ഒരു കാര്യം ഇവിടെ ഹദീസിൻ്റെ വെളിച്ചത്തിൽ, സഹീഹായ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാനുള്ളത് അസൂയ. അതാണ് ആ അസൂയയിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടണം. അതാണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയുന്നു. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട്, മക്കളെ, നിങ്ങൾ ഒരു വാതിലിലൂടെ പ്രവേശിക്കരുത്, നിങ്ങൾ പല വാതിലുകളിലൂടെ പ്രവേശിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ലക്ഷ്യം തഫ്സീറുകളിലെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് അത് ആളുകൾക്ക് ഹസദ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ആ ജനങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം, അങ്ങനെ അവർ ആക്രമണത്തിന് വിധേയമായേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഇബാറത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒന്നാമത്തെ സംസാരത്തിൽ തന്നെ സംസാരിച്ചിരുന്നു എന്ന് പ്രത്യേകം ഓർക്കുക പ്രിയമുള്ളവരെ. അപ്പോൾ ആ ആയത്ത്, അതായത് 12-ാം അധ്യായം സൂറ യൂസുഫിലെ 67-ാമത്തെ ആയത്ത്, ആ ആയത്ത് പിന്നെ കണ്ണേറ് കാരണമാണ് ആ ആയത്തിൽ പറയുന്ന കാര്യം യാക്കൂബ് നബി അലൈഹി സ്വലാം തൻ്റെ മക്കളോട് പറഞ്ഞതെന്ന് മറ്റായത്തുകൾ കൊണ്ടോ സഹീഹായൊരു ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം സമ്മതിച്ചതാണ്. അത് സമ്മതിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു വൈക്ലഭ്യമുണ്ട്. അദ്ദേഹത്തിന് വൈക്ലഭ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ വീണ്ടും സ്നേഹപുരസ്സരം ചോദിക്കുന്നു, സഹോദരാ, നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്ത് കൊണ്ടോ സഹിയായൊരു ഹദീസ് കൊണ്ടോ ആ ആയത്ത് പറഞ്ഞ കാര്യം, യാക്കൂബ് അലൈഹി സ്വലാം തൻ്റെ മക്കളോട് പറഞ്ഞ കാര്യം കണ്ണേറ് ഭയന്നിട്ടാണ് എന്ന് തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളതാ. എന്താണ് ഉദ്ധരിക്കേണ്ടത്? ആയത്ത് ഉദ്ധരിക്കണം, അല്ലെങ്കിൽ സ്വഹീഹായ ഒരു ഹദീസ് നബി പറഞ്ഞതായിട്ട് ഉദ്ധരിക്കണം എന്നുള്ള. അപ്പോൾ അതിന് കഴിയുമെങ്കിൽ ഉദ്ധരിക്കും എന്നാണ് ഉണർത്തുവാനുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് പറയാനുള്ളത് അള്ളാഹിൻ്റെ കിതാബും സഹീഹായ ഹദീസുകളും മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. വസ്സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.